ഹലോ, ഗുഡ് മോർണിംഗ്. ബോണഫൈഡ് PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ടോർട്ടിൻ്റെ ഇൻട്രോ ക്ലാസ്സിൽ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ടോർട്ടിൻ്റെ ക്ലാസ്സിൽ എസെൻഷ്യൽ എലമെൻറ്റ്സ് ഓഫ് ടോർട്ടാണ് നോക്കാൻ പോകുന്നത്. ടോർട്ട് ഒരു സിവിൽ റോങ് ആണ് എന്നുള്ളത് ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്കുണ്ട്. ആ ടോർട്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ എലമെൻറ്റ്സ് വേണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോക്കുന്നത് ഒന്നാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ടോർട്ടിൽ റോങ്ഫുൾ ആക്ട് അല്ലെങ്കിൽ ഒരു ഒമിഷൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. റോങ്ഫുൾ ആക്ട് എന്ന് പറഞ്ഞാൽ തെറ്റായ ഒരു പ്രവൃത്തി ഉണ്ടാവണം, അതല്ലെങ്കിൽ ഒരു ഒമിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യത്തിൽ നിന്നും നമ്മൾ വിട്ടു നിൽക്കുക. അങ്ങനെ ഒരു റോങ്ഫുൾ ആക്റ്റോ ഒമിഷനോ ഉണ്ടാവണം. ഒന്നാമത്തെ എലമെൻ്റാണ്. രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് പ്ലെയിൻറ്റിഫിനോട് ഡിഫൻഡൻറ്റിന് ഒരു ഡ്യൂട്ടി ഓഫ് കെയർ അല്ലെങ്കിൽ ഒരു കടമ ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിഫൻഡൻറ്റിന് ഒരു ഡ്യൂട്ടി ഓഫ് കെയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താ ഈ പ്ലെയിൻറ്റിഫ് ഡിഫൻഡൻറ്റ്? പുതിയ വേർഡ് ക്ലാസ്സിനിടയിൽ കൂടെ പുതിയ വേർഡ് കിട്ടുമ്പോൾ അപ്പാപ്പ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ഡിഫൻഡൻറ്റ് പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞാൽ സിവിൽ കേസുകളിൽ കംപ്ലൈൻറ്റ് കൊടുക്കുന്ന പ്ലെയിൻറ്റ് സബ്മിറ്റ് ചെയ്യുന്ന ആളാണ് പ്ലെയിൻറ്റിഫ്. അതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയാണ് ഡിഫൻഡൻറ്റ്. ഓക്കെ, അപ്പോൾ ഡിഫൻഡൻറ്റിന് ഒരു ഡ്യൂട്ടി ഉണ്ടാവണം, ലീഗൽ ഡ്യൂട്ടി ഉണ്ടാവണം. ആരോട്? പ്ലെയിൻറ്റിഫിനോട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്കിപ്പോൾ നമ്മളൊരു ട്രീറ്റ്മെൻറ്റിന് ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ഡോക്ടർ നമ്മുടെ അടുത്തൊരു ഒരു ഡ്യൂട്ടി ഓഫ് കെയർ കാണിക്കേണ്ടതുണ്ട് അല്ലേ? ഒരു ഡ്യൂട്ടി ഉണ്ട്, കെയറോട് കൂടി ട്രീറ്റ് ചെയ്യുക എന്നുള്ളൊരു ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അതാണ് പറയുന്നത് ടോർട്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ എന്താ പറയുന്നത്? പ്ലെയിൻറ്റിഫിനോട് ഡിഫൻഡൻറ്റിന് ഒരു ഡ്യൂട്ടി ഓഫ് കെയർ, ഒരു ലീഗൽ ഡ്യൂട്ടി ഉണ്ടാവണം. മൂന്നാമത് പറയുന്ന എലമെൻ്റ് എന്താണ്? ഇങ്ങനെയുള്ള ഒരു ലീഗൽ ഡ്യൂട്ടിയുടെ ബ്രീച്ച് ഓഫ് ലീഗൽ ഡ്യൂട്ടി നടന്നാൽ മാത്രമേ ടോർട്ട് ആവുകയുള്ളൂ. ഒരു വയലേഷൻ ഓഫ് ലീഗൽ ഡ്യൂട്ടി അവിടെ ഉണ്ടാവണം ടോർട്ട് ആവണം എന്നുണ്ടെങ്കിൽ. അങ്ങനെ വയലേഷൻ നടന്നു കഴിഞ്ഞാൽ നാലാമത്തെ എലമെൻറ്റ്സ് പറയുന്നത് അവിടെ ഒരു ഇഞ്ചുറി സംഭവിക്കണം, ഒരു ലോസ് സംഭവിക്കണം. അതായത് പ്ലെയിൻറ്റിഫിന് ഒരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ്, ഒരു നാശനഷ്ടം, ഒരു ലോസ് ഉണ്ടാവണം ആ ഒരു പ്രവൃത്തി കാരണം. അല്ലെങ്കിൽ ആ ലീഗൽ ഡ്യൂട്ടി ബ്രീച്ച് ചെയ്യുന്നതിലൂടെ ഒരു നാശനഷ്ടം ആർക്കുണ്ടാവണം? പ്ലെയിൻറ്റിഫിന് ഉണ്ടാവണം. ഉണ്ടാവുന്ന നാശനഷ്ടം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് എന്ന് പറയുന്നത് എന്താവണം? ഒരു ഡയറക്റ്റ് ഒരു കണക്ഷൻ വേണം. അതിന് കോസേഷൻ എന്ന് പറയും. ബട്ട് ഫോർ ടെസ്റ്റാണ് അതിന് ഉപയോഗിക്കുന്നത്, കോടതികൾ ഉപയോഗിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടാവണം. എന്തോ ഒരു പ്രവൃത്തി കാരണം എന്തോ ഒരു നഷ്ടം ഉണ്ടായി, അങ്ങനെയല്ല. കോടതി അവിടെ നിരീക്ഷിക്കും. അതായത് ഡിഫൻഡൻറ്റിൻ്റെ ഈ ഒരു ആക്ട് കാരണം തന്നെയാണോ പ്ലെയിൻറ്റിഫിന് ഇത്രയും വലിയൊരു ലീഗൽ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ലിങ്ക് ഈ ഒരു ആക്റ്റും ഈ ഒരു ലോസും ഉണ്ടോ എന്നുള്ളത് കോടതി അവിടെ നിരീക്ഷിക്കും. അങ്ങനെയാണെങ്കിലേ ഉള്ളൂ ടോർട്ട് എന്ന് പറയുന്ന ഒരു ആക്റ്റിലേക്ക് എത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് പറയുന്നത് റെമഡിയാണ്. റെമഡി എന്ന് പറയുന്ന അൺലിക്വിഡേറ്റഡ് ഡാമേജസ് ആണ്. നമ്മൾ ഓൾറെഡി ഡെഫിനിഷനിലൊക്കെ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ കോമ്പൻസേഷൻ, റെമഡി, നഷ്ടപരിഹാരം കിട്ടണം അല്ലേ? കോമ്പൻസേഷൻ അല്ലെങ്കിൽ അൺലിക്വിഡേറ്റഡ് ഡാമേജസ് എന്ന് പറയുന്ന ഒരു റെമഡി ഉണ്ടായിരിക്കണം ടോർട്ടിന്. ഇത്രയും കാര്യങ്ങളാണ് ടോർട്ടിൻ്റെ എസെൻഷ്യൽസ് എലമെൻറ്റ്സ് ആയിട്ട് പറയുന്നത്. ഇനി ലീഗൽ ഡാമേജസ് എന്ന് പറയുന്ന ഈ ഒരു കൺസെപ്റ്റിൽ രണ്ട് മാക്സിം നമുക്ക് പഠിക്കാൻ വേണ്ടിയുണ്ട്. അതെന്താണെന്ന് നോക്കാം. രണ്ട് ലാറ്റിൻ മാക്സിമാണ്, കേട്ടോളൂ. ഇഞ്ചൂറിയ സൈൻ ഡാംനം, ഡാംനം സൈൻ ഇഞ്ചൂറിയ. തിരിച്ചു മറിച്ചു വിട്ടതാണ് അല്ലേ? ഇഞ്ചൂറിയ സൈൻ ഡാംനം എന്ന് വെച്ചാൽ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ് ആണ്. ഡാംനം സൈൻ ഇഞ്ചൂറിയ, ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഡാമേജ് എന്ന് പറഞ്ഞാൽ വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ആണ്. ഒരാളുടെ നിയമപരമായിട്ടുള്ള ഒരു റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടു. അയാൾക്ക് പക്ഷേ ഇഞ്ചുറി ഒന്നും ഉണ്ടായില്ല എന്ന് കരുത്. അയാൾക്ക് പക്ഷേ ഇഞ്ചുറി ഒന്നും ഉണ്ടായില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും. അതായത് ഡാംനം സൈൻ ഇഞ്ചൂറിയ എന്ന് പറയുന്നതിൽ ഡാമേജ് ഉണ്ടായി, പക്ഷേ നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. അവിടെ ഒരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ സംഭവിച്ചു, പക്ഷേ അയാൾക്ക് നഷ്ടമൊന്നും ഉണ്ടായില്ല. ഒരു ഉദാഹരണം പറഞ്ഞുതരാം, ഒരു കേസ് റിലേറ്റഡ് ആയിട്ട്.
ഒരു വ്യക്തി വോട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് അയാളെ തടഞ്ഞു നിർത്തി. അപ്പോൾ അയാളെ തടഞ്ഞു നിർത്തിയിട്ട് അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇതൊരു കേസ് തന്നെയാണ് കേട്ടോ, പ്രധാനപ്പെട്ട കേസാണ്. അത് ഞാൻ അതിൻ്റെ പേര് ചേർക്കുന്നുണ്ട്. ആഷ്ബി വേഴ്സസ് വൈറ്റ് എന്നൊരു ഇമ്പോർട്ടൻറ്റ് കേസാണ്. അപ്പോൾ അയാളെ വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ അയാളെ തടഞ്ഞു നിർത്തി, അയാൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. വോട്ടിംഗ് റൈറ്റ് എന്നതൊരു ലീഗൽ റൈറ്റ് ആണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ അവിടെ നടന്നു, ഡാമേജ്. അങ്ങനെ ഒരു ഡാമേജ് ഉണ്ടായി. പക്ഷേ അയാൾക്ക് പ്രത്യേകിച്ച് ഇഞ്ചുറി ഒന്നും ഉണ്ടായില്ല. അതായത് ഒരു പ്രത്യേകിച്ച് ഒരു ലോസ്, നാശനഷ്ടമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ നടന്നിട്ടുണ്ട്. പക്ഷേ പ്രത്യേകിച്ചൊരു നാശനഷ്ടവും ആ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല. എന്നാലും അയാൾ കേസ് കൊടുത്തു. ഇത് ഡാമേജ് ഉണ്ട്, വിത്തൗട്ട് ഇഞ്ചുറിയാണ്. പക്ഷേ ഇതെന്താണ്? അപ്പോൾ അവിടെ കോടതി നിരീക്ഷിച്ചു, പ്ലെയിൻറ്റിഫിന് ഡാമേജ്, ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് കോമ്പൻസേഷൻ കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറിയാണ്, ഡാംനം സൈൻ ഇഞ്ചുറിയ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ്, ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഇല്ല എന്നാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ഒന്നും കിട്ടില്ല, നമുക്ക് കേസ് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതെങ്ങനെയാണ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇഞ്ചുറി, നാശനഷ്ടം ഉണ്ടായി, നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടായി, പക്ഷേ അവിടെ ഒരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ്സ് സംഭവിച്ചിട്ടില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരാൾ അതേ സ്ഥാപനം തന്നെ തുടങ്ങിയെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സും ഒരുപാട് ആൾക്കാരും ആ ഒരു സ്ഥാപനത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കതൊരു എന്താണ്, നഷ്ടമാണ് അല്ലേ. നമുക്കുണ്ടാകുന്ന പ്രോഫിറ്റിൽ നഷ്ടം സംഭവിക്കും. അപ്പോൾ അത് നമുക്കൊരു നഷ്ടം ഉണ്ടാക്കി. പക്ഷേ അവിടെ ഒരു വയലേഷൻ ഓഫ് ലീഗൽ റൈറ്റ് ഇല്ല. സ്ഥാപനം തുടങ്ങുക എന്നുള്ള അയാളുടെ റൈറ്റാണ്. അയാൾ നമ്മുടെ ലീഗൽ റൈറ്റിനെ ഒന്നും വയലേറ്റ് ചെയ്തിട്ടല്ല അയാളുടെ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അയാൾ നല്ല രീതിയിൽ സ്ഥാപനം പ്രവർത്തിക്കുന്നത് നമുക്കൊരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷനും ഉണ്ടാക്കിയിട്ടല്ല. അപ്പോൾ അങ്ങനെയാകുന്ന സമയത്ത് നമുക്ക് ഇഞ്ചുറി ഉണ്ടായി, നാശനഷ്ടം ഉണ്ടായി, പക്ഷെ ഒരിക്കലും ആ ഒരു ലീഗൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പൻസേഷനും കിട്ടില്ല. അപ്പോൾ ഇഞ്ചുറി വിത്തൗട്ട് ഡാമേജ് ആണെങ്കിൽ നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഡാമേജ് ഉണ്ടായിട്ടുണ്ട്, അതായത് ഒരു ലീഗൽ റൈറ്റിൻ്റെ വയലേഷൻ ഉണ്ടായിട്ടുണ്ട്, വിത്തൗട്ട് ഇഞ്ചുറി ഒന്നും, നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് കോടതിയിൽ പോയി കോമ്പൻസേഷൻ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇതാണ് ലീഗൽ ഡാമേജിൻ്റെ 2 മാക്സിംസ് നിങ്ങൾ ടോർട്ട് ലോയിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്തൊന്ന് കേട്ട് നോക്കുക. മനസ്സിലാവാത്തതുണ്ടെങ്കിൽ പറയുക. ഓക്കെ, ബൈ, താങ്ക് യു.